ഹലോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? എവിടെയൊക്കെ മാൻ പോണം? പറഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടുപോകണം. പിന്നെ മിഡോസ്, പിന്നെ തങ്ങൾപ്പാറ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ലേ? ഓക്കെ, ശരി, ബൈ. അപ്പോൾ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം നമ്മുടെ വാഗമൺ ട്രിപ്പിലെ ലാസ്റ്റ് ഡേയും അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസവുമായ ഇന്നത്തെ ഫസ്റ്റ് സ്പോട്ടായ വാഗമൺ മെഡോസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ നമ്മൾ ഏത് സൈഡിൽ നോക്കിയാലും ഓരോ സ്ഥലത്തും ഓരോ ഇങ്ങനെ മുട്ട ഷേപ്പിലുള്ള കുന്നായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഇത് മുട്ടക്കുന്നെന്ന പേരിലും അറിയപ്പെടുന്നു. നമ്മൾ പോയ സമയത്തിൻ്റെ കുഴപ്പമാണെന്ന് അറിഞ്ഞുകൂടാ. സാധാരണ ദിവസങ്ങളിൽ ഇവിടെയൊക്കെ നല്ല കോടയും കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് അതൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലൊക്കെ കാണുന്നത് പോലെ ഇവിടെയും അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് മുട്ടക്കുന്നെന്നാണെങ്കിലും നമ്മൾ എത്ര നോക്കിയാലും വലിയ വലിയ മരങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല. അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഏകദേശം 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് ശേഷം ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണിത്. ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കടകളുണ്ട്, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കടകൾ. ഇവിടുത്തെ കടകളിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ടോയ്സ് ആണെന്ന് തോന്നുന്നു. കാരണം എവിടെ നോക്കിയാലും ഞാൻ കണ്ടത് ടോയ്സും പിന്നെ അതുപോലെ കുറച്ച് ചായക്കടകളും മാത്രമാണ്. അപ്പോൾ ഞാനെന്തായാലും ടോയ്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചേച്ചി തൈ കാണുന്ന ഒരു പൂച്ചക്കുട്ടീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ടോയ്സിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് ഇവിടെ. അങ്ങനെ മുട്ടക്കുന്നൊക്കെ കണ്ടിറങ്ങിയ ശേഷം നമ്മൾ പോയ സെക്കൻഡ് സ്പോട്ട് ഇതാണ്, തങ്ങൾപ്പാറ. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഈ തങ്ങൾപ്പാറയെ പറ്റിയുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാലാവസ്ഥയെ പറ്റി പറയുകയാണെങ്കിലും അതും സെയിം തന്നെയാണ് അവസ്ഥ. ഇവിടെ നമ്മൾ പോയപ്പോൾ കോടയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്തായാലും നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വാഗമണിലെ കോലാഹലമേടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യ സ്ഥലമാണ് ഈ തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടും ഇതിനെ ആൾക്കാർ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നാൽ ഏകദേശം 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഇവിടെയാണ് ജീവിച്ചിരുന്നത്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശവകുടീരവും ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണണമെങ്കിൽ ഇതുപോലെ കുത്തനെയുള്ള ഈ ഒരു മലമുകൾ നിങ്ങൾ കയറി അങ്ങ് മണ്ടയിലെത്തേണ്ടി വരും. നമ്മൾ ദൂരം നോക്കുമ്പോൾ ഇത് കയറാൻ പാടാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ കയറി തുടങ്ങിയാൽ അത്യാവശ്യം നല്ല ഈസിയാണ്. നമുക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ആരോ മാർക്കൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിൽ കൂടെ നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും നല്ല തണുപ്പും കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നതും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സോ ഇത് നിങ്ങൾക്കൊരു വ്യൂ പോയിൻ്റായിട്ടും കൺസിഡർ ചെയ്യാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3560 അടി മുകളിലാണ് ഈ തങ്ങൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അമ്മാതിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതൊരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി നിങ്ങൾക്കിതൊരു വ്യൂ പോയിൻ്റായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓരോ കുന്ന് കയറുമ്പോഴും ഇപ്പോൾ ഇത് കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും ഓരോ കുന്ന് കയറി കഴിയുമ്പോഴും അടുത്ത കുന്നുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് കാരണം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തന്നെ ഇരുന്നു. പിന്നെ മഴ പെയ്ത് കാരണം നമ്മൾ കൂടുതൽ മുകളിലോട്ട് കയറാൻ പോയില്ല. അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ സ്പോട്ടായിട്ട് പോയത് പരുന്തുംപാറയാണ്. ഞാൻ മുമ്പ് വാഗമണ്ണിൽ ട്രിപ്പ് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു ഈ പരുന്തുംപാറ. കാരണം അന്ന് വന്നപ്പോൾ ചെറിയ ചാറ്റൽ മഴയും നല്ല കോടയും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നപ്പോഴത്തേക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു. കാരണം അത്രയ്ക്ക് വെയിലും ചൂടും ഒക്കെ ആയിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇത്തവണത്തെ നമ്മുടെ വാഗമൺ ട്രിപ്പിലെ ഏറ്റവും ലാസ്റ്റും അതുപോലെ തന്നെ ഞാൻ പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പ്ലേസുമായ പാഞ്ചാലിമേടിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 5 മണിയൊക്കെ കഴിയാറായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിനി പാസ്സൊക്കെ കിട്ടുമെന്ന് ചെറിയ ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്കെല്ലാവർക്കും എൻട്രി പാസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെ മുതിർന്നവർക്ക് പെർ ഹെഡ് 25 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. പിന്നെ ക്യാമറയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അഡീഷണലായിട്ട് 60 രൂപ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഇവിടെ അത്യാവശ്യം സേവ് ദ ഡേറ്റും അതുപോലെ തന്നെ സീരിയൽ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതെല്ലാം ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്ന പേര് വന്നതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് പാണ്ഡവർ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നു. വനവാസകാലത്ത് അവർ പാഞ്ചാലിമൊത്ത് ഇവിടെ എത്തിച്ചേരുകയും അതിനാൽ പ്രവേശം പിന്നീട് പാഞ്ചാലിമേട് എന്നറിയപ്പെടുകയും ചെയ്തു എന്നാണ്. നിങ്ങൾ വാഗമണിൽ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഞാനങ്ങനെ പാഞ്ചാലിമേടിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ ഫോൺ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടെന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്.
അങ്ങനെ ഹിഡൻ സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചെന്നെത്തിയതും ഒരു കാടിനുള്ളിലേക്കാണ്. ഞാൻ ഓടി അവരുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഇരുട്ടി തുടങ്ങിയിരുന്നു. പക്ഷേ സമയമാണെങ്കിൽ ഏകദേശം 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. പിന്നീടാണ് മനസ്സിലായത് കാടിനുള്ളിൽ കയറിയതുകൊണ്ടാണ് ഇത്ര ഇരുട്ടുണ്ടായതെന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ച് കാടിനുള്ളിലൂടെ കുറേ ദൂരം പോയെങ്കിലും സത്യം പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും മുമ്പിലുള്ള ചേട്ടൻ പറഞ്ഞു, ഇവിടെ നേരെ പോയാൽ നമ്മൾ വേറൊരു വഴി കൂടെ മുകളിലോട്ട് ചെന്ന് കയറുമെന്ന്. അങ്ങനെ അതും വിശ്വസിച്ച് വീണ്ടും കുറേ ദൂരം നടന്നു. അതുകൊണ്ട് വീണ്ടും കുറച്ച് നേരം അങ്ങോട്ട് നടന്നെങ്കിലും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. പിന്നെ ഒരുപാട് ദൂരം ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് കയറാൻ നേരത്ത് ഉറപ്പായിട്ട് ഇരുട്ടാവും. അതുകൊണ്ട് തന്നെ പകുതി ദൂരം പോയിട്ട് നമ്മളെല്ലാവരും തിരിച്ച് നടന്നു. അങ്ങനെ ഇവർ പറയുന്ന ഈ ഹിഡൻ സ്പോട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ ഈ ചെറിയ വഴി കൂടെ കയറി മുകളിലിട്ടെത്തിയപ്പം കണ്ട കാഴ്ച തന്നെ വേറെയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം പാഞ്ചാലി മേടം എന്ന് പറഞ്ഞ് താഴെ എഴുതി വെച്ചിരിക്കുന്നു, പക്ഷേ ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കുരിശ് വന്നു. ഇത് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും സംശയവും. പിന്നീടാണ് മനസ്സിലായത് ഈ പാഞ്ചാലി മേടിൽ ശ്രീ ഭുവനേശ്വരി ദേവക്ഷേത്രവും അതുപോലെ തന്നെ മരിയൻ കുരിശുമലയും ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ സ്ഥലം കുരിശുമലയാണ്. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ചയിലൊക്കെ ഇവിടുത്തെ വിശ്വാസികൾ ഈ കുരിശുമല കയറാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാഞ്ചാലി മേടിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യൂ പോയിൻറ്റിലാണ്. കാരണം ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് വിചാരിച്ചത് എന്തിനാണ് നമ്മൾ നേരത്തെ ആ കാട്ടിലോട്ട് പോയത്, കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വരാനുള്ളതായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ വാഗമൺ ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കുറച്ച് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം 7-7:30 മണി വരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇവിടെ ഇടിയും മിന്നലും കാര്യങ്ങളൊക്കെ തുടങ്ങി. സോ ഹൈ റേഞ്ച് നിൽക്കുന്നത് സേഫ് അല്ലല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം 7:30 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാഗമൺ ട്രിപ്പിലെ ലാസ്റ്റ് സ്പോട്ട് കഴിഞ്ഞ് തിരിച്ചിറങ്ങുവാണ്. എല്ലാ ട്രിപ്പും പോലെ തന്നെ പെട്ടെന്ന് 2 ദിവസം പോയതുപോലെ തോന്നി. അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും നമ്മളെ വണ്ടി കൊണ്ടുവന്ന് ചേട്ടൻ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൊളി വൈബായിരുന്നു വണ്ടിക്കകത്ത്. DJയും കാര്യങ്ങളും സ്മോക്കും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമറയുടെ ബാറ്ററിയൊക്കെ ഏകദേശം തീരാറായത് കാരണം ഞാൻ ബാക്കി വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.